உண்மையை சொல்ல போனா உலகில் தலை சிறந்த சொல் செயல். நம்ம செஞ்சு காட்டணும். ஸோ இது சப்போஸ் இன்டர்நெட்டில் வந்துச்சுன்னா, யூடியூப்பில் வந்துச்சுன்னா, நான் வந்து தமிழ்நாடு ஸ்டூடெண்ட்ஸ்க்கு எல்லாருக்குமே நான் சொல்கிறேன். എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഋത്വിക്കാണ്. ഞാൻ എൻ്റെ പ്ലസ് 1 പ്ലസ് 2 ഞാൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് പഠിച്ചത്. സോ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് അറിയാം. ഭയങ്കര ആ നീറ്റ് ബേസ് തന്നെ എന്നെ പ്ലസ് 1 തൊട്ട് റെഡിയാക്കിയതായിരുന്നു. ഞാൻ പണ്ട് ഇങ്ങനത്തെ ഒരു മൈക്ക് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് MBBS ആവാൻ ഒട്ടും താല്പര്യമില്ല. ആൻഡ് എനിക്ക് മാത്സ് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ MBBS എടുത്തത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഒരു എനിക്ക് 300 സംതിങ് ഒക്കെ കിട്ടിയാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പ്ലസ് 2ലും അത്ര മാർക്കില്ല. സോ ആ ഒരു സ്റ്റേജിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ലൈക്ക് വേറെ കോളേജിലും പോയി ചേരാൻ പറ്റുന്ന ഒരു മാർക്കും ഇല്ല, അത്ര പൈസ കൊടുത്ത് ചേരാനുള്ള അച്ഛനാ സിറ്റുവേഷനും ഇല്ല. സോ എനിക്ക് പ്ലസ് 1 എന്താ പറ്റുക വെച്ചാൽ എനിക്ക് ഒരു അലർജീൻ്റെ ഒരു സിറ്റുവേഷൻ വന്ന് അതൊരു എന്താ അത് ജസ്റ്റ് ഒരു മെഡിസിൻ കൊണ്ട് റെഡിയാക്കുന്ന ഡിസീസ് അല്ലായിരുന്നു. അത് എൻ്റെ ലൈഫിൽ ഇനി ആ ഡിസീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ഞാൻ ഇപ്പോൾ വരെ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്. ആ പ്ലസ് 1 ടൈമിലൊക്കെ എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പോലും പറ്റില്ല. ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ മെഡിസിൻസ് എടുത്ത് തന്നെ എൻ്റെ ബോഡി ഭയങ്കര ടയർഡായിരുന്നു. പോയി വരാന്നുള്ള ആ ഒരു ടയർഡ് തീരെ പഠിക്കാൻ പറ്റില്ല. പ്ലസ് 2ൽ ഞാനൊരെടുത്ത എഫേർട്ട് കാരണമാണ് ഞാൻ ഇപ്പോൾ ഈ 625 to 630 മാർക്കിൽ ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്, ആ മാർക്കിൽ ഞാൻ ഒന്ന് നിൽക്കുന്നുണ്ട്. പ്ലസ് 2ൽ ഞാൻ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര തീരെ ഒരു എന്ത് പഠിച്ചെടുക്കാം എന്ന് വെച്ചൊരു ആ മൈൻഡ് സെറ്റിലാണ് പോയാൽ. പിന്നെ അമ്മേനെ പിടിച്ചുന്തിയ എന്നെ കൊണ്ട് പറ്റും, നീ ജസ്റ്റ് ഒന്ന് എഫേർട്ട് എടുക്ക്, നീ ജസ്റ്റ് ഇരിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പ്ലസ് 2 എത്തിയിട്ട് ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞാൻ പ്ലസ് 1 പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഓരോ ദിവസം രാവിലെ 4 മണി തൊട്ട് രാത്രി 1 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ഒക്കെ ഇരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഏപ്രിൽ മന്തൊക്കെ ആയപ്പോൾ കണ്ടിന്യൂസ് എക്സാംസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ അപ്പോഴാണ് കോൺസെപ്റ്റ് ഒക്കെ റെഡി ആക്കി വന്നത്. ഈ കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് പറയുമ്പോൾ ഭയങ്കര മെന്റൽ ടോർച്ചറായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മേനോട് പറഞ്ഞ്, അമ്മ ഞാൻ എക്സാമിന് പോകുന്നില്ല, ഞാൻ ഇവിടുത്തെ നിന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് അമ്മ പോകാൻ പറയുന്ന എന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചത്. പക്ഷെ അമ്മ പറഞ്ഞാടാ നീ ഇവിടുന്ന് പഠിച്ചോ, നീ അധികം ടെൻഷൻ അടിക്കാന്നൊക്കെ പറഞ്ഞ് അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛന് പിന്നെ ഒന്നും പറയാറില്ല, അത് സാറിന് അറിയാം, അച്ഛനൊന്നും പറയാറില്ല, അച്ഛൻ ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ അച്ഛന് ഇക്കൊല്ലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ പുറത്ത് കാണിക്കാറില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അച്ഛനകത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവന് കയറോ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നോടൊക്കെ പറഞ്ഞ് ഫാമിലിന്റെ മുമ്പിൽ അച്ഛൻ പറയുന്ന ഒരു ഡയലോഗ്, ഓങ്ങ പഠിച്ചോട്ടെ, ഓനെ കൊണ്ട് പറ്റും നോക്ക്. പക്ഷെ അകത്ത് അവർക്കും ടെൻഷൻ ഉണ്ടാവും, അവരുടെ ബോഡി ഭയങ്കര വീക്കാണ്. എല്ലാം കൂടി ചേർത്തിട്ട് ഈ ഒരു എഫേർട്ട് കാരണം ഞാൻ ഈ ഒരു മാർക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നീറ്റ് കഴിഞ്ഞ പാട് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ റേസിൽ പോയി ചേരാന്ന് നോക്കിയേ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ കൊയിലാണ്ടി തന്നെ ഇവിടെ JP സാറിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഓക്കെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് വന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ഒരു സെക്കൻഡ് ചാൻസ് വേണം. അവരുടെ തെറ്റുകളിൽ നിന്ന്, അവരുടെ ഒരു പാസ്റ്റിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ചാൻസ് വരും. പക്ഷെ സെക്കൻഡ് ചാൻസ് നമ്മൾ തന്നെ എടുക്കാൻ പറ്റില്ല, അത് ബാക്കിയുള്ളവർ നൽകണം. എനിക്ക് JP സാറാണ് സെക്കൻഡ് ചാൻസ് കൊടുത്തത്. അത് അവർക്കറിയാമെന്നല്ല, എനിക്ക് എപ്പോഴും ഇപ്പം വരെ ഇല്ല ഒരു ഇതാണ്. He gave me that second chance to be a better person from who I was during my school days. അല്ലെങ്കിൽ JP സാർ ഞാൻ താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. സെക്കൻഡ് തിങ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നീറ്റിനെ പറ്റി അറിഞ്ഞത്, നീറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹാർഡ് വർക്ക്. നിങ്ങൾ ഡോക്ടർ ആവുന്നതിൽ എല്ലാ ഒരു ക്യാരക്ടേഴ്സും നിങ്ങൾ നീറ്റിൽ ഇട്ടാലേ അത് പറ്റുള്ളൂ.
സോ അത് ഹാർഡ് വർക്ക് മാത്രമല്ല, നിങ്ങളുടെ പേഷ്യൻസും വേണം. നിങ്ങൾക്ക് മാർക്ക് കുറയും, എന്തായാലും കുറയും. ഞാൻ ഇവിടെ +1 കുട്ടികൾക്കും ഇവിടെ LHL എന്ന കുട്ടികൾക്കും അറിയാം. ഞാൻ എൻ്റെ ലോവസ്റ്റ് മാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സിൽ 3 മാർക്കൊക്കെ കിട്ടിയ എനിക്ക് ദിവസമുണ്ട്. ഞാൻ അത് തൊട്ട് ഈ ഒരു സ്റ്റേജ് വെക്കുമ്പോൾ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. സാറെന്നറിയാം, സാറ് എന്നെ 680 ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ ഈ മാർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്ര എഫേർട്ട് ഇട്ട് അതിനോ എനിക്ക് ഈ സ്റ്റേജ് ഇതുവരെ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പേഷ്യൻസ് വേണം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, കിട്ടാതെ ഇരിക്കും, അത് രണ്ടാമത്തെ കാര്യം. യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ കണ്ടിന്യൂസ് എഫേർട്ട് ഇടണം, ഡേ ആൻഡ് നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ ആംബിഷൻ അത് വേണം, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ വേണം. എല്ലാം കൂടിയാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുക, നോട്ട് ജസ്റ്റ് ഒരു ഹാർഡ് വർക്ക്. എൻ്റെ ഫസ്റ്റത്തെ നീറ്റ് സ്കോർ 417 ആയിരുന്നു. എല്ലാവരും പറഞ്ഞ് നീ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും, അത് നല്ല സ്കോറാണ്. ആസ് ഒരു +2 സ്റ്റുഡൻറ്റ് അത് നല്ല സ്കോറായിരുന്നു. സോ നീ റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരു ഇതാണ്. ஸோ இப்போ ஸ்கோரில் எத்தியது എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഉണ്മയെ சொல்ல போனா உலகில் தலை சிறந்த சொல் செயல். நம்ம செஞ்சு காட்டணும். ஸோ இது சப்போஸ் இன்டர்நெட்டில் வந்துச்சுன்னா, யூடியூப்பில் வந்துச்சுன்னா, நான் வந்து தமிழ்நாடு ஸ்டூடெண்ட்ஸ்க்கு எல்லாருக்குமே நான் சொல்கிறேன். நான் +2 டைமில் நான் ஒரு வாழ்ந்த காலம் இட் வாஸ் ஸோ பேட். எனக்கு அந்த என்விரான்மெண்ட் கிடைக்கல, ப்ராப்பரான கேர் கிடைக்கல. ஆனால் இங்கே ஜேபிஎஸ் இன்ஸ்டிடியூஷன் வந்ததுக்கப்புறம் எனக்கு எல்லாமே கிடச்சிது. நான் ரிப்பீட் பண்ணுற ஃபீலே எனக்கு கிடையாது, பட் அந்த என்விரான்மெண்ட் எனக்கு பயங்கரமாக ஜேபி சார் அமைச்சு கொடுத்தாரு. ஸோ நான் ஜேபி சார்கிட்ட உண்மையிலேயே நான் நன்றி சொல்லி ஆகணும். தேங்க்யூ.